ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ കർത്താവിനെ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് അപ്പോൾ അതിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകപ്പ ഇന്ന് ഞങ്ങൾ ദൈവമേ ഈ സങ്കീർത്തന ദൃശ്യമായി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം കൃപ ഉണ്ടായിരിക്കണം. ഈ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണം. അപ്പോൾ നീ പ്രോത്സാഹനം നന്ദി ശക്തീകരണം ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നമുക്കിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം നല്ല മഹാഭാഗ്യത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കിന്ന് കർത്തൃമേശയുണ്ട്. അധികം സമയം എടുക്കാൻ പറ്റത്തില്ല. മാക്സിമം ഒരു 5 to 10 minutes. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന 14-ാമത്തെ സങ്കീർത്തനമാണ്. ഇതിൻ്റെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നു സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഇത് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ്. ചെറുത് ഒരു 7 വാക്യങ്ങൾ. ഇതിനകത്ത് മെയിനായിട്ട് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാർ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരെ പറ്റിയും അതിനുശേഷം പിന്നെ പറഞ്ഞിരിക്കുന്നത് നന്മ ചെയ്യുന്നവരെ പറ്റിയും. ഇതാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ദുഷ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഇഷ്ടമല്ലാത്തവർ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ പറ്റിയും. അവർ പറയുന്നത് ദൈവമില്ല എന്നും, പിന്നെ ഓപ്പോസിറ്റായിട്ട് പറയുന്നത് ദൈവം അന്വേഷിക്കുന്ന നന്മയുള്ളവർ, ഇവരെ പറ്റുമാണ് മെയിനായിട്ട് പറയുന്നത്. നമ്മൾ ചിന്തിച്ചോളുക, നമ്മൾ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവമോഹം അന്വേഷിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഇതിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഇത് 1-ാമത്തെ പറഞ്ഞിരിക്കുന്നത് ദൈവമില്ല എന്ന് മൂഢൻ. അപ്പം ദൈവമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മൂഢനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൂഢൻ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കും മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ബൈബിള്, ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇതൊക്കെയും നമുക്ക് തോന്നുന്നുണ്ടോ? അതായത് ചുമ്മാതെ, അതായത് എന്താ പറയുക, ഇപ്പം നമ്മുടെ ഈ ഹാളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു 10 സാധനത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാൻ പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റുമോ? എന്ത് സാധനം എടുത്താലും, ഇപ്പോൾ ഒരു നൈഫ് എടുത്താലും അതിനെപ്പറ്റി നമുക്ക് വിവരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മൈക്ക് എടുത്താൽ അതിനെപ്പറ്റി വിവരിക്കാം. പക്ഷേ അവർ പറയുന്നു ദൈവം എന്ന് പറഞ്ഞ ആളെ ഇല്ല എന്ന് പറയുന്നു. അപ്പം നമ്മളെ ചോദിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ, അല്ലെങ്കിൽ ദൈവം നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ കണ്ട, നമ്മൾ അറിഞ്ഞ സന്തോഷം, ഒന്നും അല്ല, അല്ലെങ്കിൽ ഇതൊക്കെ വെറും തെറ്റായ കാര്യങ്ങൾ എന്നാണ് ദുഷ്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, നന്മ ചെയ്യുന്നവൻ ഒരുത്തൻ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നവൻ ഒരുത്തൻ പോലും ഇല്ലെങ്കിൽ നമ്മളവിടെ കാണിക്കേണ്ട ഒരു കാര്യം, നന്മ ചെയ്യുന്നവർ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. എല്ലാവരും കൊള്ളരുതാത്തവരല്ല, അല്ലെങ്കിൽ എല്ലാവരും ദൈവത്തെ അന്വേഷിക്കാത്തവരല്ല എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം, ഇല്ല, ദൈവം ഉണ്ട്. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇതിൻ്റെ 2-ാമത്തെ ഇതിൽ പറയുന്നു, അല്ലെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരും കാണുമ്പോൾ നമുക്ക് അഭിമാനത്തോട് നെഞ്ചി കൈവച്ച് പറയാൻ സാധിക്കണം, ദൈവമേ, ദൈവമില്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഒരിക്കലും പെടുത്തരുത്, അല്ലെങ്കിൽ ഒരു മൂഢൻ്റെ ഒരു സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ മൂഢൻ എന്നൊരു രീതിയിൽ ഞങ്ങളെ ഒരിക്കലും ആക്കല്ലേ. നീ അവിടെ നോക്കുമ്പോൾ നീ എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കണം, ദൈവം ഇല്ല എന്നല്ല, ദൈവം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നമ്മൾ
കന്യകമാരുടെ കഥ നമുക്കറിയാം അല്ലേ. അവർ കുറച്ച് പേര് ലേസി ആയിട്ടിരുന്ന്, കുറച്ച് പേര് വിളക്ക് കത്തിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ കണക്കായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ കണക്കായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഇതാണ് രണ്ടാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറയുന്നു, പിന്നെ പറയുന്നൊരു കാര്യമാണ്, നീതികേട് പ്രവർത്തിക്കുന്നവൻ ആരും അറിയുന്നില്ലയോ, അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നു. ഇതെല്ലാം പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരെ പറ്റി പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകത ഈ 14 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പറയുന്നത് അവർ വഷളന്മാരാണ്. 2, അവർ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീതികേട് പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ്, നീതികേട് പ്രവർത്തിക്കുന്നവർ. അപ്പോൾ നീതികേട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു കൊടുക്കുക, നമ്മളും ആ ഒരു ഗണത്തിൽ നമ്മൾ ആണെന്നല്ല, പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാതെ നമ്മൾ തിരിച്ച് ദൈവം അവിടെ നിന്ന് നോക്കുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ ആ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുക, നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്നതാണ്, അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നത്. അതായത് ഇവരെപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നന്മ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജന. അപ്പോൾ ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫീലിംഗ് മനസ്സിലാകുന്നത്, അപ്പം തിന്നുന്നത് പോലെ അവരെൻ്റെ ജനത്തെ, എൻ്റെ ജനം എന്ന് പറയുമ്പോൾ ദൈവം അവിടെ നോക്കുമ്പോൾ കാണുന്ന ദൈവത്തിൻ്റെ മക്കളായ ജനങ്ങൾ, അവരെ തിന്നുകളയുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കിയോ, നമ്മുടെ ഇപ്പോൾ ഈ കൊറോണയുടെ വൈറസും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് എത്ര ഫാസ്റ്റായിട്ടാണ് ഇതിങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിനേക്കാളും എഫക്റ്റായിട്ടാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ അവളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റും ഓരോരോ കാര്യങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആ ദൈവമുഖത്തേക്ക് നോക്കി മുമ്പോട്ട് പോകാൻ മാത്രം ശ്രദ്ധിക്കുക. അവർ പ്രാർത്ഥിക്കുന്നില്ല, താഴോട്ട് പറയുന്നു, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, അവൻ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. 6ാമത്, ഇതൊക്കെയാണ് ഈ ദുഷ്ടനെ പറ്റി ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് ദൈവമില്ല എന്ന് പറയുന്നവരുടെ ജീവിതശൈലിയാണ്. എന്നാൽ നമ്മളെല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്കും ചില ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം, ദൈവമക്കളായ നമുക്കുണ്ടായിരിക്കുന്ന കുറച്ച് ക്വാളിറ്റിയും കൂടെ ഇതിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ അതിൽ ഉണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് ഒന്നാമത് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മറ്റേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അതിനകത്തല്ല, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ അതിൽ ഉണ്ടാകുക നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. 2, യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. 2, യഹോവ അതിന് 5ാമത്തെ പറഞ്ഞു, യഹോവ നീതിമാന്മാരുടെ തലമുറയുണ്ടല്ലോ, നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുന്നു. അപ്പോൾ നീതിമാനായിരിക്കുക, നീതി പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി നീതി പ്രയോഗിക്കുക? സത്യത്തിന് വേണ്ടി നിൽക്കുക. അപ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും വ്യാജത്തെ വെടിയുക, അതാണ് പറയുന്നത്. അപ്പം യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ട്. അപ്പം നമ്മളെപ്പോഴും നീതിയുള്ളവരായിരിക്കുക, നീതി പ്രവർത്തിക്കുന്നവരായിരിക്കുക. ഇത് 2ാമത്തെ കാര്യം. പിന്നെ പറയുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം അവരുടെ സങ്കേതം ആകുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്നാൽ യഹോവ അവരുടെ സങ്കേതമാകുന്നു. അപ്പം ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന് നമുക്കൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കുക, നമുക്ക് പറയാൻ സാധിക്കുക, ദൈവമേ ഞാൻ നിൻ്റെ സങ്കേതമാകുന്നു, ഞാൻ നിൻ്റെ സങ്കേതമാകുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ദുഷ്ടന്മാരുടെ ഒരു ഗണത്തിലേക്ക് പെടുന്നില്ല എന്ന് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കണം. പിന്നെ പറയുന്നു, മെയിനായിട്ടൊരു കാര്യമാണ്, യഹോവ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവ അവൻ്റെ സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും. ഇസ്രായേൽ സ്ഥിതികൾ മാറ്റുന്നൊരു ദൈവം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു,
അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ. ദൈവം നമ്മൾക്ക് സ്ഥിതി എന്ന് പറയുമ്പോൾ ജോലിയാവാം, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുന്നത്, ഒരു സമാധാനമായ അന്തരീക്ഷത്തിലുള്ളൊരു ജോലി ചെയ്യുന്നൊരു അവസ്ഥ, സമാധാനം, സന്തോഷം, ഇതൊക്കെയായിരിക്കും സ്ഥിതികൾ മാറ്റുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. അതാണ് യഹോവ തൻ്റെ ജനത്തിൻ്റെ, അതായത് തൻ്റെ ജനം, ദൈവത്തിന് വേണ്ടി ആരാണോ നിൽക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നതാണ് നമുക്ക് സാധിക്കുന്നത്. നമുക്ക് നവോമിയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. ദൈവം എങ്ങനെയാണ്, അതായത് ഉറ്റവരും ഹസ്ബൻഡും മക്കളും അല്ലെ എല്ലാവരും പോയ ഒരു സമയത്തും ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം നവോമിയെ ചേർത്ത് പിടിച്ചു, അല്ലേ, വിട്ടുകൊടുത്തില്ല ദൈവം. അപ്പോൾ ആ ഒരു പ്രത്യാശയുണ്ട് നവോമിക്ക്. അതുപോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചിന്തിച്ചു കൊള്ളുക, നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇത്രയും മാത്രം ചിന്തിക്കുക. ദൈവമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തെറ്റിലേക്ക് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആ എന്ത് തന്നെ ആയാലും, അത് ചിലപ്പം എന്താ പറയുന്നത്, ഒരു പേഴ്സണലിൽ കൂടെ ആയിരിക്കും നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം മതിയായവനാണ്. ദൈവം അതിന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ സ്ഥിതികളെ മാറ്റുന്നവനായിരിക്കും. അതുകൊണ്ട് അതിൽ അവസാനം പറഞ്ഞിരിക്കുന്നവരെ ഇതുപോലെ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആ സ്റ്റോറി ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല, എന്നാലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം നമ്മുടെ ഓരോരുത്തരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ഈ വരങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.